അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഇർഷാദ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിന് പബ്ലിസിറ്റി ആവശ്യമില്ല എന്ന് പറഞ്ഞ്. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഷിഹാബിൻ്റെ പേര് യാത്ര പോയിട്ടുണ്ട്. നിങ്ങളറിയോ കേരളത്തിൽ എത്രത്തോളം ജനങ്ങൾ ഈ ഇത്തരത്തിലുള്ള നടന്നു പോകുന്ന ഹജ്ജിനൊക്കെ നടന്നു പോകുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നു? അതിൻ്റെ എത്രയോ 10 മടങ്ങാണ് ആളുകൾ സ്വീകരിക്കുന്നത്. സ്വീകാര്യത വളരെയധികം കൂടുതലാണ് നോർത്ത് ഇന്ത്യൻസിൽ എന്നാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ ഷിഹാബിൻ്റെ യാത്രയിൽ 100 കണക്കിന് ആൾക്കാരുമായിട്ട് യാത്ര ചെയ്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ഓരോരോ സ്റ്റേറ്റ് കടന്നു പോകുന്ന സമയത്തും മഹാരാഷ്ട്ര കടന്നു, പിന്നെ അതിനുശേഷം ഗുജറാത്ത് കടന്നു, പിന്നെ രാജസ്ഥാനിലൊക്കെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ പക്ഷേങ്കിൽ 10,000-കണക്കിന് പേരാണ് രാവിലെയെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഷിഹാബിനെ കാണാൻ വേണ്ടി നിന്നതും ഷിഹാബിന് സ്വീകരണം കൊടുത്തതും ഷിഹാബിന് സപ്പോർട്ടും സ്നേഹവും എല്ലാം കൊടുത്തതും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഇപ്പോഴുള്ള ഇർഷാദിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ തനിച്ചെന്നാണ് നമ്മുടെ ഇർഷാദ് യാത്ര പോകുന്നത്. കണ്ണൂർ ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് മീഡിയയിലെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വിവരങ്ങൾ തരുന്നത്. കണ്ണൂർ ജില്ലയിലൂടെയാണ് നടന്നു പോകുന്നത് എന്ന് പറയുന്നു. ഏതായാലും കണ്ണൂർ ജില്ല കഴിഞ്ഞ് നമ്മളിപ്പോൾ കേരളവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എത്തേണ്ടത് കർണാടകയാണ്, ഗോവ, മഹാരാഷ്ട്ര, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഏതായാലും ഈ കേരളം കൂടുതൽ കടന്നു കഴിഞ്ഞാൽ കൂടുതൽ അദ്ദേഹത്തിനുള്ള എല്ലാവിധ സപ്പോർട്ടും കിട്ടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഈ ഇർഷാദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇർഷാദിനോടും പറയാനുള്ളത്. വളരെയധികം സപ്പോർട്ടായിട്ടുള്ള ജനങ്ങളെയാണ് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇല്ല എന്നല്ല, കേരളത്തിൽ കിട്ടുന്നതിൽ എത്രയോ 10 മടങ്ങായിരിക്കും ഇർഷാദിന് ഇൻഷാ അള്ളാഹ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇർഷാദിനെ നമ്മൾ എവിടെ വെച്ചാലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അദ്ദേഹത്തിൻ്റെ ഒരു താമസ സൗകര്യമോ അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സൗകര്യമെങ്കിലും നമ്മളെല്ലാവരും തന്നെ സഹകരിച്ചിട്ട് അവന് കൊടുക്കണം. അവൻ്റെ മുറാദ് നല്ല ഹൈറാണെങ്കിൽ അള്ളാഹു വളരെയധികം അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ആഗ്രഹം അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. നിങ്ങളുടെ ആമീനും കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇർഷാദുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അപ്പോൾ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.